അപ്പോൾ സമാധി പതി എന്ന് പറയുന്ന ആളിതാണ്. സമാധിനാഥൻ ഭൂമിയാണ്, ശിവനാണ്. ശരിക്കും ഈ സമാധിപതിയുടെ സമാധിയാണ്, ആ വൈഭവമാണ് നമ്മുടെ നിലനിൽപ്പ്, നമ്മളുടെ ഇവിടുത്തെ സ്ഥിതി, ജീവസ്ഥിതി. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. അപ്പോൾ ബുദ്ധി നമ്മളുടെ മനസ്സിൽ നിറയണമെങ്കിൽ ബുദ്ധി മനസ്സിലേക്ക് ഇറക്കിയിരിക്കണം. അത് ആത്മശക്തി മനസ്സുമായിട്ട് ചേർന്നിരിക്കുമ്പോഴാണ് സമ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. സമാധാനം. സമാധി എന്ന് പറഞ്ഞാൽ അഷ്ടാംഗ യോഗത്തിലെ ഏറ്റവും അവസാനത്തേതാണ്. ധ്യാനവും കഴിഞ്ഞിട്ട് ധാരണയും കഴിഞ്ഞിട്ട് അടുത്തതാണ് സമാധി. സമാധി എന്ന് പറഞ്ഞാൽ ചിത്തത്തെ ആ ധ്യേയവസ്തുവിൽ തന്നെ നിർത്തിക്കൊണ്ട് എന്താണോ നമ്മുടെ ആത്മവൈഭവം അത് തന്നെ ആയിത്തീരുക എന്നുള്ളതാണ്. നമ്മളുടെ ടാലൻറ്റ് എന്താണോ അതിൽ നമ്മൾ ആ ലക്ഷ്യത്തിലെത്തി ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ നമ്മൾ മനസ്സ്, വാക്ക്, പ്രവൃത്തി എന്നിവയെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ആ ധ്യേയവസ്തുവിൽ തന്നെ നമ്മൾ ആയിത്തീരുക എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ മരണം എന്നുള്ള വാക്കിന് യാതൊരു ബന്ധവുമില്ല. മരണത്തിന് എങ്ങനെയാണ് ഈ ധീയെ സാധിക്കാൻ പറ്റുന്നത്?